അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, റമദാൻ സമാഗതമാകുവാൻ ചില ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പലരും വളരെ ആവേശത്തിലും ആഗ്രഹത്തിലാണ് ഈ റമദാനെ നോക്കിക്കാണുന്നത്. പക്ഷേ ചില കുടുംബങ്ങളിലെങ്കിലും വീടുകളിൽ വളരെ പ്രയാസത്തോടു കൂടി ആശങ്കയിലാണ് അവർ കഴിഞ്ഞു പോകുന്നത്. പ്രത്യേകിച്ചും അനാഥകൾ അല്ലെങ്കിൽ വിധവകളുള്ള വീടുകളിൽ, കിടപ്പിലായ രോഗികളുള്ള വീടുകളിൽ, അതേപോലെ കിഡ്നി രോഗികളുള്ള വീടുകൾ, ക്യാൻസർ ബാധിച്ച് കിടപ്പിലായ രോഗികൾ, ഇവരെ വീടുകളിൽ തന്നെ പുറത്തുപോയി സമ്പാദിച്ചു കൊണ്ടുവരാൻ ആളുകളില്ലാത്ത വീടുകളുണ്ട്. അവരൊക്കെ വലിയ ആശങ്കയിലാണ് എങ്ങനെ ആയിരിക്കും ഈ റമദാനിലെ നോൻപ് മുന്നോട്ട് പോകുക എന്നുള്ള കാര്യത്തിൽ. ഇവിടെ കഴിഞ്ഞ വർഷങ്ങളുള്ള പോലെ തന്നെ ഷെൽട്ടർ ഇന്ത്യ ഈ വർഷവും വീടുകളിൽ നിന്ന് സമ്പാദിച്ചു കൊണ്ടുവരുവാൻ സാധിക്കാത്ത നാഥന്മാരില്ലാത്ത വീടുകളിൽ കൃത്യമായി അവർക്കുള്ള റമദാനിലെ നോമ്പിൻ്റെ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കാനാണ് ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, അത് സാധിച്ചിട്ടുമുണ്ട്. ഈ വർഷവും ഷെൽട്ടർ ഇന്ത്യ ഒരുപാട് കുടുംബങ്ങളിലേക്ക് ഈ റംസാൻ കിറ്റ് എത്തിക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, റംസാൻ കിറ്റ് ആവശ്യപ്പെടുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു ചിന്തയുണ്ട്, ഒരു നിയ്യത്തുണ്ട്. കാരണം നമ്മൾ ഒരു നോൻപ് നോൽക്കുകയാണ്. നമ്മൾ കുടുംബം നോൽക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരു കുടുംബം കൂടെ ചേരുകയാണ്. ഒരു കുടുംബത്തിൽ ഒരു കിറ്റ് കൊടുക്കുമ്പോൾ ഒരു കുടുംബത്തിൽ ഏകദേശം 4 മുതൽ 5 ആൾ വരെ അവർ നോമ്പ് നോൽക്കുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, വിശ്വാസം പഠിപ്പിച്ച പോലെ ആരെങ്കിലും ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പ് തുറക്കുന്ന അല്ലെങ്കിൽ ആളുടെ കൂലി എത്രത്തോളമാണോ ആ കൂലി പൂർണ്ണമായിട്ട് ഒട്ടും കുറയാതെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മൾ നോമ്പ് നോൽക്കുന്നു, ഒരു റമദാൻ കിറ്റ് കൊടുക്കുന്നു, 4ഉം 5ഉം നോമ്പുകൾ നമ്മുടെ പേരിൽ രേഖപ്പെടുത്തപ്പെടുന്നു. ഒരു റമദാൻ കഴിയുമ്പോൾ 4 റമദാനിന് ലഭിച്ച പോലെ 4 ഇരട്ടിയായി ആ ഒരു കിറ്റിലൂടെ ലഭിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിൽ കൊണ്ടുവരേണ്ട ആ ഒരു നിയ്യത്തൊരു ചിന്തയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ, പറ്റുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് ഇതുമായി സഹകരിക്കുക, ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക, പരമാവധി ആളുകൾ ഇതുമായി സഹകരിക്കുവാൻ ആവശ്യപ്പെടുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.